ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ FB പേജ് മോണിറ്റൈസ്ഡ് ആയി ഗൈസ്. ശരിക്കും അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ വയ്യാട്ടോ. കാരണം ഞാൻ ശരിക്കും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് എൻ്റെ മോണിറ്റൈസേഷൻ എനിക്കത് ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടും എന്നുള്ളതൊന്നും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫേസ്ബുക്ക് പേജിൽ എന്തായിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പേജ് തുടങ്ങി ഇത്ര വരെയുള്ള ഒരു ജേണി എന്നുള്ളതും, അതായത് ഞാൻ കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് എത്തിച്ച് എന്തൊക്കെ ചെയ്തിട്ടാണെന്നുള്ളതും, അതുപോലെ തന്നെ എൻ്റെ ഈ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് അറിയിക്കുക എന്നുള്ളതുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോണം കേട്ടോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറി പറഞ്ഞേക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ പേജിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് മോണിറ്റൈസേഷൻ ഒന്നും ഇനേബിൾ ആയി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ്ഡ് ആക്കിയത് എന്ന് ഞാൻ പറയാം. അതായത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടമ്മമാരെ സംബന്ധിച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടൊരു ചെറിയ വരുമാനം ഏൺ ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ഭയങ്കര ആഗ്രഹമാണല്ലേ. കാരണം മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ മക്കളെയൊക്കെ നോക്കണം, അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് പല വീട്ടമ്മമാരും പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരാണ്. അപ്പോൾ ചെറിയൊരു വരുമാനം അവർക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹങ്ങളിൽ നിലനിൽക്കുന്ന കാര്യമായിരിക്കും. അപ്പം അതുപോലൊരാഗ്രഹം നിലനിന്ന ഒരു വീട്ടമ്മയാണ് കേട്ടോ ഞാനും. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയതും ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതും. ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നൊന്നും ആദ്യമൊന്നും അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ തുടങ്ങി, അങ്ങനെ യൂട്യൂബായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ തപ്പുമ്പോൾ കണ്ടതാണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ചെറിയ മോണിറ്റൈസേഷനൊക്കെ കിട്ടി ചെറിയ വരുമാനമൊക്കെ കിട്ടും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നതും ഫേസ്ബുക്കിലെ വീഡിയോസ് ഞാൻ ഇട്ട് തുടങ്ങുന്നതും. ആദ്യമൊക്കെ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടും ശുക്രണ്ണൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കാണും. പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആവുകൊണ്ട് അറിയാലോ, നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ വാരിക്കോരി തരും. ഒരു ചുക്കും ഇല്ല, ഒന്നുമില്ല, ഒരു ലൈക്ക് പോലും ഒരാളും ചെയ്യില്ല. പ്രത്യേകിച്ച് നമ്മളെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഒട്ടും ചെയ്യില്ല കേട്ടോ. കാരണം എങ്ങാനും അവരുടെ ലൈക്കും കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയാലോ. അങ്ങനെ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടും. കാരണം വ്യൂസ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് പേർക്ക് കാണും. ആദ്യം കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയപ്പോൾ സന്തോഷമായി. പിന്നെ ശുക്രണ്ണന്റെ ഭാഗത്ത് നിന്ന് മൈൻഡൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ നമുക്കും ചടച്ചു. കാരണം ഇതിൽ വീഡിയോ ഇട്ടിട്ട് എൻ്റെ സമയം വെറുതെ കളയാന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നില്ല. കാരണം വെറുതെ എന്തിനാ എൻ്റെ സമയം കളയുന്നത്. അപ്പോൾ യൂട്യൂബായിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ അബീനോട് പറഞ്ഞു, അബി ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം ശുക്രണ്ണൻ വലിയ ആൾക്കാരെ മാത്രമേ കനിയുള്ളൂ, നമ്മളെ പോലുള്ള പാവപ്പെട്ടവരൊന്നും കനിയുമില്ല. അതുകൊണ്ടിട്ട് ഫേസ്ബുക്ക് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. അപ്പം അവനെൻ്റെ അടുത്ത് പറഞ്ഞു, നീ ശുക്രണ്ണൻ കനിയെന്ന് വിചാരിച്ചിട്ടൊന്നും വീഡിയോ ഇടണ്ട. നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, നീ നിന്റെ ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതെന്തിനാ മറ്റുള്ളവർ കനിയുന്നത് നോക്കുന്നത്, നീ അങ്ങോട്ട് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പൊ പുറകെ എന്നൊരു തള്ളും കൂടെ ആയല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ, കനിയട്ടെ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലേ, എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് ഫേസ്ബുക്കിലും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ ഇടുന്ന പോലെ തന്നെ വീഡിയോസ് ഞാൻ ഫേസ്ബുക്കിലും ഇടാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ശുക്രണ്ണൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് കഴിഞ്ഞു. അതായത് ഗിഫ്റ്റിൻ്റെ ഓപ്ഷൻ എനിക്ക് എനേബിൾ ആയിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഗിഫ്റ്റ് എനിക്ക് എനേബിൾ ആയിട്ട് കിട്ടിയില്ല, അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ചാൻസ് എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടു. പിന്നെയും ഒരു കുറച്ച് നാളത്തേക്ക് അനക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ദിവസം കിട്ടും, കാരണം ഗിഫ്റ്റ് എനേബിൾ ആയി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടു. അപ്പോൾ എവിടെയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറേ പേരുടെ പോസ്റ്റ് കണ്ടു, വീഡിയോസ് ഇട്ടാൽ മാത്രം പോരാ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഫോട്ടോസും അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡെയിലി ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. അതിൻ്റെ മണ്ടിലെ കുറച്ച് ടൈറ്റിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ പാകത്തിന് എഴുതി കൊടുക്കും. കാരണം ആ ഫോട്ടോ കാണുന്നതിലുപരി ആ ഫോട്ടോയുടെ മുകളിൽ എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് സീമോറിൽ അടിച്ചെന്ന് വായിക്കാനുള്ള തരം നമ്മളെല്ലാവർക്കും കൂടുതലുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ആ സീമോർ എന്താണെന്ന് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് എന്തെങ്കിലുമൊക്കെ ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഞാനും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു
അങ്ങനെ ഒരു 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 വളരെ ചുരുങ്ങിയ ഒരു 1 വീക്ക് ഞാൻ എല്ലാം കൂടെ കൂടി അടുപ്പിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അതാ ഒരു ദിവസം നൈറ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സ്റ്റാർസ് ഇനേബിൾ ആയിട്ട് കിട്ടി. സ്റ്റാർസ് ഇനേബിൾ ആയി കിട്ടിയെന്ന് പറയുന്നത് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. കാരണം പറയുമ്പം സ്റ്റാർസ് എന്ന് പറയുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയുടെ ഒരു ഭാഗമാണ്. പക്ഷേ അതിൽ ഗുണമൊന്നുമില്ല. സ്റ്റാർസ് നമുക്ക് ആരെങ്കിലും തരണമെങ്കിൽ മറ്റുള്ളവർ കാശ് കൊടുത്ത് സ്റ്റാർ വാങ്ങിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യണം. എന്നിട്ട് വേണം നമുക്കത് തരാൻ. ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമുക്ക് വല്ല ഫ്രീ ആയിട്ട് തരാൻ പോകുന്നു, ചുക്കും കിട്ടത്തില്ല. അതുകൊണ്ട് അതിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ആകെ കൂടെ പ്രതീക്ഷ വെക്കാൻ പറ്റുന്നൊരു കാര്യം കണ്ടന്റ് മോണിറ്റൈസേഷനാണ്. അപ്പോൾ സ്റ്റാർസ് എനേബിൾ ആയിട്ട് കിട്ടിയപ്പം എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു ഗിഫ്റ്റ് കിട്ടി, സ്റ്റാർസ് കിട്ടി. അപ്പം ഞാൻ കെട്ടിയവരോട് വിളിച്ചിട്ട് പറയാം, ചേട്ടായി എനിക്ക് ഗിഫ്റ്റ് കിട്ടി, സ്റ്റാർസ് കിട്ടി. അപ്പം പറഞ്ഞു നന്നായി, അവിടെ എന്തെങ്കിലും ആട്ടെന്നുള്ള രീതിക്ക് പുള്ളി അങ്ങ് വിട്ട്. പിന്നെ സ്റ്റാർസ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വെറുതെ ഫേസ്ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് കിടക്കുന്നു. കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാനുള്ള സെറ്റപ്പ് എന്ന് പറയുന്ന മോഡൊക്കെ വന്ന് കിടക്കുന്നു. അയ്യോ, എനിക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അത് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു തിരക്കായിരുന്നു. പിന്നെ രാവിലത്തെ പണിയെല്ലാം മോനെ വിടാനുള്ളതെല്ലാം ധൃതി വെച്ച് ചെയ്താക്കിയിട്ട് മോണിറ്റൈസേഷന് ബാക്കി ക്രൈറ്റീരിയാസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ കണ്ടന്റ് മോണിറ്റൈസേഷൻ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ടൈറ്റിൽ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക. കാരണം ആ ഫോട്ടോസ് കാണുന്നതിലുപരി ആ ഫോട്ടോസ് എൻഗേജ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ടയിൽ എഴുതി കൊടുത്തിരിക്കുന്ന വായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊന്ന് സീമോറിലൊക്കെ കുത്തിയാലൊക്കെ നമുക്കതിൽ വ്യൂസ് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് കൂടുതലും അതിൻ്റെ ടൈറ്റിലൊക്കെ കുറേ എഴുതിയൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മുതലാണ് എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണായി കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഇനി യൂട്യൂബിലേക്ക് വരുന്നവരൊക്കെ പുറഞ്ചും എടുത്തെറിഞ്ഞു. ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ടു. അതായത് മറ്റുള്ളവരുടെ വീഡിയോസ് ഒന്നും അടിച്ചു മാറ്റി എടുത്തിട്ടരുത്, അവനോട് സ്വന്തം കണ്ടന്റ് എടുത്തിരണം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തും ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് തന്നെ ചെയ്താൽ എന്തെങ്കിലും നമുക്ക് എവിടെന്നെങ്കിലും ഒരു റിസൾട്ട് കിട്ടും ഗൈസ്, ഉറപ്പ്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം, ഫേസ്ബുക്കിൽ നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡോളർ കിട്ടുന്നത് അതൊരു വലിയ സംഭവമായിട്ടോ. നമ്മൾ വിചാരിക്കും ഫേസ്ബുക്കിൽ അങ്ങോട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ അങ്ങോട്ട് ഇനേബിളായി കിട്ടിയാൽ നമ്മളങ്ങ് ചാകരയാന്ന് വിചാരിക്കും പൈസയുടെ. ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പറയാമോ എന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ട് എൻ്റെ ചാനൽ അടിച്ച് പോകുമെന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, ഒരു 1000 വ്യൂസിന്, അതായത് ഫേസ്ബുക്ക് പേജിൽ എനിക്ക് ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ 1000 വ്യൂസിന് എനിക്ക് കിട്ടുന്ന $0.01 കേട്ടോ. അതിന് ഡോളർ എന്ന് പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു, വേറെ എന്തോ പേരാണെന്ന് തോന്നുന്നു പറയണം. അപ്പം എന്തായാലും ശരി, 0.01 ആണ് എനിക്ക് കിട്ടാറുള്ളത്. ഫോട്ടോസിനാണെങ്കിലും വീഡിയോസിനാണെങ്കിലും 1000 വ്യൂസിന്. അതിൽ വീഡിയോസിനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കയറാറില്ല. ഈ പറഞ്ഞ പോലെ തന്നെ $0.01 ആണ് എനിക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ, എനിക്ക് കുറച്ച് ദിവസമായിട്ടോ എനിക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആയിട്ട് കിട്ടിയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യണോ എന്നുള്ളത് എനിക്കൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടിലൊന്ന് ചെയ്യാം. കാരണം എന്നെപ്പോലെ ഇങ്ങനെ കടന്ന് ഉഴലുന്ന, യൂട്യൂബിലൊക്കെ ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഉഴലുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് അവർക്കും കൂടെ ഇനി എന്തെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ 1.2 ഫോളോവേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണായി കിട്ടി. പിന്നെ എനിക്ക് ഫേസ്ബുക്ക് പേജിൽ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് എനിക്ക് ഒരു വീഡിയോയ്ക്ക് 1.5 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യൂസിൽ നിന്നാണ് കേട്ടോ എനിക്ക് കൂടുതലും ഈ പറയുന്ന ഫോളോവേഴ്സൊക്കെ കയറിയത്. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എൻ്റെ പേജ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേജ് കൊടുത്തേക്ക്. ആർക്കെങ്കിലും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ, ഒന്ന് കുത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. 1.2 ഫോളോവേഴ്സ് മാത്രമുള്ള എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി എടുക്കാമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക, ആസ്വദിച്ച് ചെയ്യുക. ശുക്രണ്ണൻ എന്നെങ്കിലും നമ്മളെ കനിയാണ്ടിരിക്കില്ല. പിന്നെ എന്താ പറയുക, ഒറ്റയടിക്ക് നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് ഭയങ്കര ജാഗ്രത എടുക്കാമെന്നൊന്നും വിചാരിച്ചാലും വരണ്ട. പയ്യാണെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും നടക്കും. ഒരു $100 നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവോടും. ആ ഒരു പ്രതീക്ഷയെ നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം എനിക്കെന്തോ $1 മറ്റോ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ വരുന്ന വഴിയേ ഞാൻ പറയാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മര്യാദയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞതൊന്നും മറക്കണ്ട. ചാ